ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ഫുട്ബോൾ. സോ ക്ലബ് വേൾഡ് കപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യാറായി. സോ ആർസണലിനെ സംബന്ധിക്കുന്ന പുതിയതായി വന്നിട്ടുള്ള ട്രാൻസ്ഫർ റൂമേഴ്സ്, ട്രാൻസ്ഫർ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. സോ ആദ്യമായിട്ട് തന്നെ പുതിയതായിട്ട് വരുന്ന പ്ലെയറിനെ കുറിച്ച് പറയണം. കെപ്പ അരിസബലാങ്ക, സ്പാനിഷ് ഗോൾ കീപ്പർ ഫ്രം ചെൽസി. 5 മില്യൺ പൗണ്ട്സിൻ്റെ ട്രാൻസ്ഫർ ക്ലോസ് ആർസണൽ ട്രിഗർ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ശക്തമായ റൂമേഴ്സ്. സോ 2018 അറൗണ്ട് 72 മില്യൺ പൗണ്ട്സിന് ചെൽസിയിലേക്ക് വന്ന പ്ലെയറാണ്. സോ ഇപ്പോൾ ലാസ്റ്റ് സീസൺ നോക്കുകയാണെങ്കിൽ ബേർണമൗത്തിലെ സീസൺ ഒരു ഫുൾ ലോണിലായിരുന്നു പ്ലെയർ. സോ അതിനുശേഷം ഇപ്പോൾ നെക്സ്റ്റ് സീസൺ മേ ബി ഡേവിഡ് റായയ്ക്ക് ശേഷം നമ്പർ 2 ഗോൾ കീപ്പറായിട്ട് ആർസണലിൽ മറ്റൊരു നോർത്ത് ലണ്ടൻ ക്ലബ്ബിൽ, ചെൽസിയിൽ നിന്ന് മറ്റൊരു നോർത്ത് ലണ്ടൻ ക്ലബ്ബായ ആർസണലിലേക്ക് പ്ലെയർ ചെക്കേറും എന്നുള്ളതാണ് ശക്തമായ റൂമേഴ്സ് പറയുന്നത്. ആൻഡ് മറ്റുള്ള ട്രാൻസ്ഫർ റൂമേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആർസണലിൻ്റെ ഫ്രണ്ട് ലൈനിലെ കാര്യം, സെസ്കോൻ്റെ കാര്യം പുതിയതായിട്ടൊന്നും പറയാനില്ല. അഡ്വാൻസ് ടോക്സിൽ നടന്നു പോകുന്നു എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. വേറെ കാര്യമായിട്ട് കോൺക്രീറ്റ് ആയിട്ടൊന്നും പറയാനില്ല. അതേപോലെ റോഡ്രിഗോൻ്റെ കാര്യത്തിൽ ആർസണൽ സ്റ്റിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. അവിടെയും വേറെ കോൺക്രീറ്റ് ആയിട്ട് പറയാനായിട്ട് വേറെ ഒന്നുമില്ല. ആൻഡ് വിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗബ്രിയേൽ മാർട്ടിനെല്ലിയുടെ കാര്യമാണ്. ഗബ്രിയേൽ മാർട്ടിനെല്ലിയുടെ കാര്യത്തിൽ പുതിയതായിട്ട് കിട്ടിയ റൂമേഴ്സ് അനുസരിച്ച് AC മിലാൻ, സിരിയെ ജയൻസായ AC മിലാൻ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ളതാണ്. അവിടെ നോക്കുകയാണെങ്കിൽ റാഫേലിയോ മിക്കവാറും ക്ലബ്ബ് വിടുകയാണെങ്കിൽ അവർ അതിന് പകരം ഒരു പ്ലെയർ എത്തിക്കാനുള്ള തിടുക്കത്തിലാണ് AC മിലാൻ. സോ ബയൺ മ്യൂണിച്ച് റാഫേലിയോനെ റാഞ്ചാനുള്ള ചാൻസുകൾ ഉണ്ട് എന്ന് നിൽക്കെ മാർട്ടിനെല്ലിയുടെ കാര്യത്തിൽ AC മിലാൻ ഇൻട്രസ്റ്റഡ് ആണെന്ന രീതിയിൽ റൂമേഴ്സ് വരുന്നു. ആർസണലും ചിലപ്പോൾ സെല്ല് ചെയ്തേക്കാം എന്നുള്ള രീതിയിലും റിപ്പോർട്ട്സ് വരുന്നുണ്ട്. പക്ഷേ ആർസണൽ എക്സ്പെക്റ്റിംഗ് മോർ ദാൻ 50 മില്യൺ പൗണ്ട്സ്, മിനിമം 50 മില്യൺ പൗണ്ട്സ് എങ്കിലും ആ ഒരു പ്ലെയറിൻ്റെ സൈഡിൽ നിന്ന് ആർസണൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അറൗണ്ട് 180,000 പൗണ്ട്സ് പെർ വീക്ക് കിട്ടുന്ന ഒരു പ്ലെയറാണ് മാർട്ടിനെല്ലി. പ്ലെയറിൻ്റെ സാലറിയാണ് ഞാൻ പറയുന്നത്. സോ പ്ലെയർ എത്രത്തോളം ക്ലബ്ബ് വിട്ട് പോകാൻ തിടുക്കം കാണിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ വേറൊരു വിങ്ങർ വന്നാലും വന്നില്ലെങ്കിലും റോഡ്രിഗോൻ്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അതേപോലെ ഇപ്പോൾ ആർസണൽ മിക്ക വിങ്ങർ ഓപ്ഷൻസുമായിട്ട് ലിങ്കപ്പ് ചെയ്യുന്നൊരു സമയമാണ്. ലെറോയ് സാനായിട്ടൊക്കെ ലിങ്ക്സ് ഉണ്ടായിരുന്നു. അത് ആ ഒരു കണത്തിലേക്ക് പുതിയൊരു ലിങ്ക് കേൾക്കുന്നത്, റൂമർ പോലെ കേൾക്കുന്നത് മുഹമ്മദ് കുഡൂസിൻ്റെ കാര്യമാണ്. വെസ്റ്റ് ഹാമിൻ്റെ ഗാന ഇൻ്റർനാഷണൽ പ്ലെയറിൻ്റെ കാര്യമാണ് പറയുന്നത്. സോ 2 കൊല്ലം മുമ്പ് അയാസിൽ നിന്നും വെസ്റ്റ് ഹാമിലേക്ക് വന്ന പ്ലെയറാണ്. ബോത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വിങ്ങിലും കളിക്കാൻ കഴിയുന്ന ഒരു പ്ലെയറാണ്. അറൗണ്ട് 85 മില്യൺ പൗണ്ട്സ് ആണ് ആ പ്ലെയറിൻ്റെ ട്രാൻസ്ഫർ ക്ലോസ് ഉള്ളത്, റിലീസ് ക്ലോസ് ഉള്ളത്. പക്ഷേ ആർസണൽ വരുന്ന റിപ്പോർട്ട്സ് പ്രകാരം ആർസണൽ അത്രയും എമൗണ്ട് കൊടുക്കാൻ റെഡിയല്ല എന്നുള്ള രീതിയിൽ തന്നെ ആണ് നിൽക്കുന്നത്. അറൗണ്ട് 45 to 50 മില്യൺ പൗണ്ട്സ് വരെ ആർസണൽ ആ പ്ലെയറിനെ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്സ് വരുന്നത്. ക്ലബ്ബുമായിട്ട് ഇനീഷ്യൽ ടോക്സ് നടത്തി എന്നുള്ളതാണ് റിപ്പോർട്ട്സ് വരുന്നത്. സോ ഇപ്പോൾ മിക്ക വിങ്ങർ ഓപ്ഷനായിട്ടും ആർസണൽ ലിങ്ക് ചെയ്യുന്ന സമയത്തുകൊണ്ട് ഇപ്പോൾ കോൺക്രീറ്റ് ആയിട്ട് അതെടുത്ത് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. സോ ഇനി മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ സുബിമെൻഡിയുടെ കാര്യം, അവിടെ റിപ്പോർട്ട്സ് പുതിയതായിട്ട് വരുന്നു. റയൽ മാഡ്രിഡ് ഒരു ഫൈനൽ അറ്റംപ്റ്റ്, സുബിമെൻഡിൻ്റെ റാഞ്ചൻ ഒരു ഫൈനൽ അറ്റംപ്റ്റ് ട്രൈ ചെയ്യുന്നതായിട്ടൊരു പുതിയ റിപ്പോർട്ട് ഇപ്പോൾ ഈ അടുത്ത് വന്നിട്ടുണ്ട്. എല്ലാത്തിനും തിരികൊളുത്തിയ സുബിമെൻഡി കുറച്ച് ഒരു ആഴ്ച മുമ്പ് നടത്തിയൊരു ഇൻ്റർവ്യൂ കാര്യങ്ങളാണ്. ആ ഇൻ്റർവ്യൂവിൽ സുബിമെൻഡി പറയുന്നുണ്ടായിരുന്നു, ഒന്നും സീലായിട്ടില്ല, ഞാൻ ഓപ്ഷൻസ് ഓപ്പൺ ചെയ്ത് വെക്കുകയാണ്. അതേപോലെ സാബി അലോൺസോ എൻ്റെ ഒരു ഐഡലാണ്, ഞാൻ അദ്ദേഹത്തിന് കീഴിൽ കളിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. അങ്ങനെ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് പരാമർശങ്ങളാണ് എല്ലാത്തിനും തിരികൊളുത്തിയത്. സോ കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങി നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് സുബിമെൻഡി ടു ആർസണൽ എന്നുള്ളത്. സോ അവസാനം സുബിമെൻഡി ചതിക്കുമോ, സുബിമെൻഡി ഇനി റയൽ മാഡ്രിഡിലേക്ക് പോകുമോ എന്നൊരു സംശയം ഇപ്പോൾ ആർസണൽ ഫാൻസിൻ്റെ ഡേ ബൈ ഡേ കൂടി വരുന്നൊരു പേടി കൂടി വരുന്നു. സമ്മർ ട്രാൻസ്ഫറിൻ്റെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്തായാലും വരുമെന്ന് ഉറപ്പിച്ചൊരു പ്ലെയറാണ്. സ്റ്റിൽ അതൊരു മുൾമുനയിൽ നിൽക്കുന്നു. ആൻഡ് തോമസ് പാർട്ടിയുടെ കാര്യം, ഒരു കോമ്പറ്റേറ്റീവ് പുതിയ ഡീല്, അത്യാവശ്യം കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ഡീല് ക്ലബ്ബ് തോമസ് പാർട്ടിയുടെ മുമ്പിൽ വെച്ചു എന്ന് തന്നെയാണ് കേൾക്കുന്ന പുതിയൊരു ഡീല്. പക്ഷേ പ്ലെയർ അത്യാവശ്യം ഹെസിസ്റ്റൻ്റ് ആണ്. അത്ര പെട്ടെന്ന് അങ്ങോട്ട് സൈൻ ചെയ്യാൻ പ്ലെയർ റെഡി ആവുന്നില്ല എന്നുള്ളതാണ്. പ്ലെയർ സൂക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ ഓപ്ഷൻസൊക്കെ നോക്കിയിട്ട് ആ പ്ലെയർ സൈൻ ചെയ്യാൻ നിൽക്കുള്ളൂ. അതുകൊണ്ട് നല്ല ടൈം എടുക്കുന്നുണ്ട് പ്ലെയർ. ഇതുവരെ മൂളിയിട്ടില്ല, ഒരു ഗ്രീൻ ലൈറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. സോ പ്ലെയർ നോക്കുകയാണെങ്കിൽ 32 വയസ്സിലേക്ക് എത്തി നിൽക്കുന്ന സമയമാണ്. സോ നെക്സ്റ്റ് ഡീൽ എന്നൊക്കെ പറയുന്നത് പ്ലെയറിന് വളരെയധികം ഇമ്പോർട്ടൻ്റ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയറിൻ്റെ അവസാന സ്റ്റേജിലേക്ക് എത്തുന്നു. സോ തോമസ് പാർട്ടി എടുക്കുന്ന ഡിസിഷൻ വളരെ ക്രൂഷ്യലാണ് അദ്ദേഹത്തിൻ്റെ ആ ലേറ്റസ്റ്റ് സ്റ്റേജ് ഓഫ് കരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കും പ്ലെയർ അത്യാവശ്യം ചിന്തിച്ച് സമയം എടുക്കുന്നത്. ആൻഡ് ഇൻ മൈ ഒപ്പീനിയൻ പ്ലെയർ നിൽക്കണം. സുബിമെൻഡി വന്നാലും വന്നില്ലെങ്കിലും തോമസ് പാർട്ടിനെ വിട്ട് കളയരുത് എന്നുള്ളതാണ്. ഇപ്പോൾ ജോർജിനോ ഒക്കെ പോയി ഓൾറെഡി നമുക്ക്, പക്ഷേ തോമസ് പാർട്ടി കുറച്ചും കൂടി നമുക്ക് വാല്യുബിൾ ആണ്. തോമസ് പാർട്ടിനെ വിട്ട് കളയരുത്. ഈവൻ ദോ സുബിമെൻഡി വരുമോ വരില്ലേ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ലെങ്കിൽ കൂടി തോമസ് പാർട്ടി വേണം നമുക്ക്. സോ ആ ഒരു കാര്യം ഒരു ടോക്സ് സ്റ്റാർട്ട് ചെയ്തുള്ളതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നു വരുന്ന റിപ്പോർട്ട്സ് പ്രകാരം. സോ ലെറ്റ്സ് സീ വാട്ട് ദ പ്ലെയർ ഡിസൈഡ്സ് എന്നുള്ളതാണ്. ഇനി ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഗബ്രിയേൽ
പുതിയ ഡീല് സൈൻ ചെയ്തു എന്നുള്ളതാണ്. അതും ഒരു പുതിയൊരു സൈനിങ് പോലെ സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ്. 2029 വരെ പുതിയ ഡീല് സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ നമുക്കറിയാം ഗബ്രിയേലും ഒക്കെ നമുക്ക് എത്രത്തോളം വേണ്ടപ്പെട്ട പ്ലെയർ ആണെന്നുള്ളത്. പുതിയ പ്ലേയേഴ്സ് വരുന്നതിനുള്ള പോലെ തന്നെ നമ്മുടെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കീപ്പ് ചെയ്യേണ്ടത് ക്ലബിൻ്റെ ലോങ് ടേം സസ്റ്റൈനബിലിറ്റിക്ക് വളരെ അത്യാവശ്യമായുള്ള ഒരു കാര്യം തന്നെയാണ്. സോ ഇനി അടുത്തത് സാലിബ, ബുക്കായ സാക്കോ എന്നുള്ളവരുടെ ഡീൽസാണ് ഇനി അടുത്തതായിട്ട് പുതുക്കേണ്ടതുള്ളത്. അതും ആൻഡ്രേ ബേർട്ടയ്ക്ക് വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് നടത്താൻ കഴിയുമെന്ന് തന്നെ വിശ്വസിക്കാം നമുക്ക്. സോ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുതിയതായിട്ട് 2 പേരുകളാണ് ആർസണലായിട്ട് ലിങ്കപ്പ് ചെയ്തത്. 2 അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പ്ലെയേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ്. ഒന്ന് ഇംഗ്ലീഷ് പ്ലെയറായ മോർഗൻ റോജേഴ്സും മറ്റൊന്ന് ഗ്രീക്ക് പ്ലെയറായ കോൺസ്റ്റാന്റിനോസ് കരേസാസ് എന്ന് പറയുന്ന പ്ലെയറുമാണ്. സോ മോർഗൻ റോജേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 22 വയസ്സുള്ള ആസ്റ്റൺ വില്ലയുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് പ്ലെയർ. സോ കഴിഞ്ഞൊരു സീസണിന് മുന്നോടിയായിട്ടാണ് പ്ലെയർ മിഡിൽസ്ബ്രോയിൽ നിന്നും ആസ്റ്റൺ വില്ലയിലേക്ക് വന്നത്. കഴിഞ്ഞ സീസൺ ഉനായ് എമറിക്ക് കീഴിൽ പ്ലെയർ 8 ഗോളും 10 അസിസ്റ്റും പ്രീമിയർ ലീഗിൽ നേടിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ നേടാൻ ആസ്റ്റൺ വില്ലയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. സോ അതൊരു ബൂസ്റ്റ് ആയേക്കാം മേ ബി ആർസണലിലേക്ക് ഒരു പ്ലെയർ എത്തുന്നതിൽ എന്നുള്ളതാണ്. കറക്റ്റായിട്ട് ട്രാൻസ്ഫർ ഫീ കാര്യങ്ങൾ എവിടെയും കണ്ടില്ല. പക്ഷേ എനിവേ എന്തായാലും ഇത്രയും യങ് ഒരു പ്ലെയറിന് എന്തായാലും ആസ്റ്റൺ വില്ല അതൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പ്ലെയറിന് വേണ്ടി 50 മില്യൺ പൗണ്ട്സിന് മേലെ കണ്ണും പൂട്ടി ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആസ് പെർ പുതിയ റിപ്പോർട്ട്സ് അല്ലെങ്കിൽ റൂമേഴ്സ് പ്രകാരം എന്നുള്ളതാണ്. സോ എന്തായാലും ഈ ഒരു പ്ലെയറിന് മോർഗൻ റോജേഴ്സിനെ ആർസണൽ അവരുടെ ട്രാൻസ്ഫർ ലിസ്റ്റിലേക്ക് ചേർത്തു എന്നുള്ള രീതിയിൽ പുതിയതായിട്ട് റിപ്പോർട്ട്സ് ഉണ്ട്. മറ്റൊരു പ്ലെയർ എന്ന് പറയുന്നത് 17 വയസ്സുള്ള ഗ്രീക്ക് പ്ലെയറാണ് കോൺസ്റ്റാന്റിനോസ് കരേസാസ് എന്ന് പറയുന്ന പ്ലെയർ. ബെൽജിയൻ പ്രോ ലീഗിൽ റേസിംഗ് ജങ്കിൻ്റെ പ്ലെയറാണ്. അഗൈൻ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു ഫുൾ സീസണിൽ 3 ഗോളും 2 അസിസ്റ്റൊക്കെ ഈ പ്ലെയർ നേടിയിരുന്നു. നേരത്തെ പറഞ്ഞാൽ 17 വയസ്സ് മാത്രമേ ഈ പ്ലെയറിന് പ്രായമുള്ളൂ. ആദ്യം യൂത്ത് ലെവലിൽ ബെൽജിയത്തിനെ റെപ്രസെൻ്റ് ചെയ്തിരുന്ന പ്ലെയർ പിന്നീടാണ് ഗ്രീസിൻ്റെ ഇൻ്റർനാഷണൽ ടീമിലേക്ക് അദ്ദേഹം ഷിഫ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അലീജിയൻസ്. സോ ആർസണൽ ഒരു 38 മില്യൺ പൗണ്ട്സിന് ഈ പ്ലെയറിനെ വാങ്ങാനുള്ള ചാൻസ് കൂടുതൽ, അറൗണ്ട് ആ ഒരു ട്രാൻസ്ഫർ ഫീൽ ആർസണൽ ഈ പ്ലെയറിനെ തൂക്കാനുള്ള ചാൻസ് കൂടുതലാണെന്നുള്ളതാണ് പുതിയ റിപ്പോർട്ട്സൊക്കെ വരുന്നത്. ഒരു മിനി ഓഡെഗാർഡ് കൈൻഡ് ഓഫ് പ്ലെയർ എന്നൊക്കെയാണ് പറഞ്ഞ് കേൾക്കുന്നത്. സോ ഇപ്പോൾ ഈ ഒരു പ്ലെയർ വരാണെങ്കിൽ തന്നെ, വരുന്ന റിപ്പോർട്ട്സ് പ്രകാരം ഈ ഒരു പ്ലെയർ വരാണെങ്കിൽ തന്നെ പ്ലെയറിനെ തിരിച്ച് ജങ്കിലേക്ക് തന്നെ ലോണിൽ അയച്ചിട്ട്, സീസൺ ഫുൾ ലോണിലേക്ക് അയച്ചിട്ട് അതിനടുത്ത സീസണിലേക്ക് ആർസണലായിട്ട് പ്ലെയർ റീജോയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കും അറേഞ്ച്മെൻറ്റ്സ് വരിക എന്നുള്ള രീതിയിലാണ് പുതിയ റിപ്പോർട്ട്സ് വരുന്നത്. സോ ഈ 2 പ്ലെയേഴ്സാണ് പുതിയതായിട്ട് ആർസണലായിട്ട് ലിങ്കപ്പ് ചെയ്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടത് അല്ലെങ്കിൽ റൂമേഴ്സ് വന്നത് എന്നുള്ളതാണ്. സോ പുതിയതായിട്ട് പ്രീമിയർ ലീഗിലെ അപ്ഡേറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എംബുമോ ടു മാൻ യുണൈറ്റഡ് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. പ്ലെയർ ചൂസ് മാൻ യുണൈറ്റഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതിലേക്ക് ചെറിയൊരു ടെസ്റ്റ് മേ ബി ടോട്ടനം ഹോട്ട്സ്പർ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം ബ്രെൻഫോർഡിൻ്റെ കോച്ചായിരുന്നു, എംബുമോ കളിച്ചിരുന്ന ബ്രെൻഫോർഡിൻ്റെ കോച്ചായിരുന്ന തോമസ് ഫ്രാങ്ക് ആണ് ടോട്ടനം ഹോട്ട്സ്പറിൻ്റെ നെക്സ്റ്റ് കോച്ച് എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്സ് വരുന്നത്. ഒഫീഷ്യലായിട്ടില്ല, ബട്ട് സ്റ്റിൽ അങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്സ് എല്ലാം പ്രകാരം നമുക്ക് അറിയാൻ കഴിയുന്നത്. സോ തോമസ് ഫ്രാങ്കിന് എംബുമോനെ ടോട്ടനം ഹോട്ട്സ്പറിലേക്ക് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ റിപ്പോർട്ട്സ് ഇപ്പോൾ വരുന്നുണ്ട്. സോ ഒരു കോമ്പറ്റേറ്റീവ് ഫൈറ്റ് വരാൻ യുണൈറ്റഡും ടോട്ടനം ഹോട്ട്സ്പറിൻ്റെ ഇടയിൽ ഒരു കോമ്പറ്റേറ്റീവ് ഫൈറ്റ് എംബുമോയുടെ കാര്യത്തിൽ വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് ലെറ്റ്സ് സീ. തോമസ് ഫ്രാങ്ക് മേ ബി അതിനൊരു ഫാക്ടർ ആയേക്കാം എന്നുള്ളതാണ്. സോ പ്ലെയർ ഇപ്പോൾ യുണൈറ്റഡിനെ ചൂസ് ചെയ്തെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്, നേരത്തെ റിപ്പോർട്ട്സ് വന്നതാണ്. എനിവേ ലെറ്റ്സ് സീ ടോട്ടനത്തിന് എന്തെങ്കിലും ചേഞ്ച് അതിനകത്ത് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇനി ഇൻ്റർനാഷണൽ സ്റ്റേജിലേക്ക് നോക്കുകയാണെങ്കിൽ ഇറ്റാലിയൻ ഫുട്ബോളിൻ്റെ കോച്ചായിരുന്ന ഇറ്റലി ടീമിൻ്റെ കോച്ചായിരുന്ന ലൂസിയാനോ സ്പെലറ്റി വാസ് സാക്ട് എന്നുള്ളതാണ്. സോ ആ നോർവേ ആയിട്ടുള്ള വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ കുറച്ച് ദിവസങ്ങൾക്ക് നടന്ന മത്സരത്തിൽ 3-0 തോൽവിയൊക്കെ ഏറ്റുവാങ്ങിയ ശേഷം എല്ലാവരും പറഞ്ഞു ഇറ്റ് വാസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം എന്നുള്ളത്. സോ അതിപ്പോൾ ഒഫീഷ്യലായിട്ടുണ്ട്. സോ പുതിയ കോച്ചായിട്ട് ഉള്ള റേസിൽ ഫ്രണ്ട് റണ്ണേഴ്സ് 2 പേരാണ് പറഞ്ഞു കേൾക്കുന്നത്, 2 പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒന്ന് AC മിലാൻ്റെ കോച്ചായിരുന്ന സ്റ്റെഫാനോ പെയോളിയും മറ്റൊന്ന് എന്ന് പറയുന്നത് ക്ലോഡിയോ റെനേറയുടെ 2 പേരുകളാണ്. ഈ 2 പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് കണ്ടറിയാൻ കഴിയും. ഇനി 2026 വേൾഡ് കപ്പൊക്കെ വന്ന് നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. ആരായിരിക്കും ആ ഇറ്റാലിയൻ ഫുട്ബോളിൻ്റെ തലപ്പത്ത് പുതിയതായിട്ട് വരുന്ന കോച്ച് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എനിവേ ഈ പറഞ്ഞ റൂമേഴ്സിൻ്റെ കാര്യത്തിലും അതേപോലെ ഈ വരുന്ന പോസിബിലിറ്റീസിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് താഴെ കമന്റ് സെക്ഷൻ ഏർപ്പെടുത്തുക. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ മറ്റൊരു ട്രാൻസ്ഫർ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഇസ് അലക്സാണ്ടർ സൈനിങ് ഓഫ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.